സബി സാറേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ആൾക്കാരെ നമസ്കാരം. ഗെറ്റ്നെറ്റ് ടീച്ചേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ പുതിയൊരു ക്ലാസ് ആണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർക്കും ഇതിന്റെ സംഘാടകർക്കും മറ്റു പിന്നണി പ്രവർത്തകർക്കും അതുപോലെ ഇതിൽ പങ്കുചേർന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ സ്വാഗതം അറിയിക്കുകയാണ്. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ രണ്ടാമത്തെ ക്ലാസ് ഇവിടെ നടക്കുന്നതായിരിക്കും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന രണ്ട് ഭാഗങ്ങളെ കുറിച്ചായിരിക്കും ഇന്ന് ഗവൺമെന്റ് ലോ കോളേജ് അധ്യാപകൻ കൂടിയായി കഴിഞ്ഞ നമ്മുടെ സഫി മോഹൻ സാറ് ക്ലാസ് എടുക്കുക. അതിനു മുന്നേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളും ഒന്ന് ഓട്ടിച്ചു പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞു പോയത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിലെ പ്രിയാമ്പിൾ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള കാര്യങ്ങളായിരുന്നു. ആദ്യം നമുക്ക് പ്രിയാമ്പിളിലേക്ക് ഒന്ന് പോവാം. ശില്പ സ്ലൈഡ് ഒന്ന് പ്ലേ ചെയ്ത്. ആദ്യം നമുക്ക് ആ പ്രിയമ്പിളിന്റെ ആ ഒരു വാക്കിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഒന്ന് നോക്കാം. അതിന്റെ ഒരു എറ്റിമോളജിക്കൽ ഒറിജിൻ. ഈ വാക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഗ്രീക്ക് അല്ലെങ്കിൽ ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു വരുന്നത്. ഗ്രീക്ക് പ്രൊലോഗസ് അതിന്റെ അർത്ഥമാക്കുന്നത് ഇൻട്രോഡക്ടറി മെറ്റീരിയൽ എന്നാണ്. അതിന്റെ അതുപോലെ തന്നെ ലാറ്റിൻ വാക്കായ പ്രിയാംബിളം അത് അർത്ഥമാക്കുന്നത് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റൂ. ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റൂ സ്ലൈഡ്. സർ ശില്പ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാൻ കഴിയും? ഇല്ലേ സർ? ഇല്ല, ആയിട്ടില്ല. സ്ലൈഡ് ഷോ എടുത്തിട്ട് സ്ലൈഡ് ഷോ ഒന്ന് എടുക്കൂ ശില്പ. സ്ലൈഡ് ഷോ സന്ദീപ് ഡയറക്റ്റീവ് സ്ലൈഡ് ഷോ എടുത്തിട്ട് ഇപ്പൊ ഇനേബിൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടോ? ഇനേബിൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ബട്ടൺ അതൊന്ന് സെലക്ട് ചെയ്യണം ശില്പ. ആദ്യം തൊട്ട് താഴെയായിട്ട് ഇനേബിൾ എഡിറ്റിംഗ്. സർ അത് പ്രസന്റേഷനിലാണോ അതോ പ്രസന്റേഷനിലാണോ? ഇനേബിൾ എഡിറ്റിംഗ് പ്രസന്റേഷൻ അല്ല, ഞാൻ പറയാം. ഹോം ബട്ടൺ ഇല്ലേ, ഓറഞ്ച് ടാബിന്റെ തൊട്ട് താഴെയായിട്ട് ഇനേബിൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ് കണ്ടോ? പ്രൊട്ടക്ട് വ്യൂ. അതന്നെ, അങ്ങോട്ട് പോയ ഇനേബിൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ വൈറ്റ് ബട്ടണിലേക്ക് പോയ ക്ലിക്ക് ചെയ്തതെന്ന്. യെസ് യെസ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അത് എഡിറ്റിംഗ് ഇനേബിൾ ചെയ്താലേ സ്ലൈഡ് ഷോയ്ക്ക് പറ്റത്തുള്ളൂ. ശില്പ അതൊന്നും കൂടി ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. പ്രസന്റ് എന്ന് പറയുന്ന ബട്ടൺ സെലക്ട് ചെയ്തിട്ട് സർ ഇനി സ്ലൈഡ് ഷോ കൊടുത്താൽ മതിയാവോ? മതി. ഇനേബിൾ എഡിറ്റിംഗ് ചെയ്തിട്ട് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്താൽ മതി. അതിന് മുമ്പ് ശില്പ ഒന്നും കൂടി പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണേ. പ്രസന്റേഷൻ നിന്നുപോയി, ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യണം. പ്രസന്റേഷൻ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റക്ക് ആയിരിക്കാണ്. മനസ്സിലായി. ഓക്കെ.
കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, ശരിയാവുമായിരിക്കും. ഓക്കെ ആണോ സർ? ഒന്നും കാണുന്നില്ല തൽക്കാലത്തേക്ക്. കുറച്ച് പ്രസന്റ് നൗ എന്ന് പറയുന്ന ആ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് വിൻഡോ എന്നുള്ളത് സെലക്ട് ചെയ്തല്ലോ അല്ലേ ശില്പ? എന്നിട്ട് നമ്മുടെ പവർ പോയിന്റ് സെലക്ട് ചെയ്യണം. വന്നു. യെസ്. ഇനി മറ്റേ ഈ സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. സ്ലൈഡ് ഷോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് സ്ലൈഡ് ഷോയില് ഫ്രം ദ ബിഗിനിങ്. അതെ, സ്ക്രീൻ വലുതായില്ല, സ്ക്രീൻ ഫുൾ വ്യൂ ആയില്ല. അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ആ സേവ് ബട്ടന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്ലൈഡ് ഷോ കാണുന്നുണ്ടോ? ഒരു ചെറിയ ഐക്കൺ. അതന്നെ, അത് സെലക്ട് ചെയ്ത് കുറച്ച് മുമ്പ് ചെയ്തപ്പോ കിട്ടിയതാണ്. ഒന്നും കൂടി സെലക്ട് ചെയ്തേ. സ്ലൈഡ് ഷോയിലേക്ക് ഒന്ന് പോകാമോ? ഒന്നുകൂടി സ്ലൈഡ് ഷോ. കറന്റ് സ്ലൈഡ് കൊടുത്താലോ? കറന്റ് സ്ലൈഡ് ഒന്ന് കൊടുത്തു. യെസ്. സ്റ്റാർട്ട് ആവുന്നില്ല അല്ലേ? ശില്പ താഴോട്ട് വരാമോ? ഏറ്റവും താഴോട്ട് കോർണറിൽ നമ്മൾ ശില്പയുടെ റൈറ്റ് ഹാൻഡ് കോർണറിൽ ഒരു സ്ലൈഡ് ഷോയുടെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. ആ നെഗറ്റീവ് പോസിറ്റീവ് ബട്ടന്റെ അടുത്ത്. ഇതാണോ സർ? അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ്, കുറച്ച് ഓപ്പോസിറ്റ് അങ്ങോട്ട്. റൈറ്റ്, കുറച്ചും കൂടെ റൈറ്റിലോട്ട് ഒന്ന്. അല്ല, കമന്റ് സെക്ഷനിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോയേ. ആ നെഗറ്റീവ് ബട്ടന്റെ തൊട്ട് അടുത്തായിട്ട് നെഗറ്റീവ്. അത് തന്നെ. അതൊന്ന് സെലക്ട് ചെയ്ത്. സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സാറ് ഇത് വെച്ച് പോകാൻ പറ്റുന്നു. പോട്ടെ, കുഴപ്പമില്ല. സന്ദീപ്, അവരവരുടെ സ്ക്രീനില് പിൻ ടു സ്ക്രീൻ അടിച്ചാൽ മതി. F5 എന്നുള്ള അടിച്ച ശില്പ, F5 എന്നുള്ള അടിച്ച, ഷിഫ്റ്റ് പ്ലസ് F5. അതല്ല, F5 മാത്രമായിട്ട് അടിച്ചോ. ക്യാൻസൽ ചെയ്തിട്ട് F5 മാത്രമായിട്ടൊന്നും അറിയാം. എല്ലാ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അത് പ്രശ്നമില്ല സന്ദീപേ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. യെസ് സാർ, അത് പറഞ്ഞതുപോലെ പിൻ ചെയ്തതിനു ശേഷം ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ ഫുൾ സ്ക്രീൻ കിട്ടുമായിരുന്നു സാറേ. നോക്കാം, കുഴപ്പമില്ല. നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിച്ചതാ, എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി. ഓക്കെ സാർ. നമ്മുടെ ഈ വളരെ നമ്മൾ കുറച്ച് സമയം അധികം എടുക്കേണ്ടി വന്നു, അതുകൊണ്ടൊന്ന് ബ്രീഫ് ചെയ്തൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. അപ്പം ഈ പ്രിയാമ്പിളിന്റെ വാക്കിന്റെ ഒറിജിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഗ്രീക്ക് വാക്കായ പ്രൊലോഗ്, അതിന്റെ അർത്ഥമാക്കുന്നത് ഇൻട്രോഡക്ടറി മെറ്റീരിയൽ എന്നതാണ്. അതല്ലാതെ ലാറ്റിൻ വാക്കായ പ്രിയാമ്പലം, അത് അർത്ഥമാക്കുന്നത് ദാറ്റ് വിച്ച് വാക്സ് എഹെഡ് എന്നുള്ളതാണ്. ഈ വാക്കുകളുടെ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്ന 5ാം നൂറ്റാണ്ടിലാണ് ആദ്യമേ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു ദേവതയെ വാഴ്ത്താൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പിറകിലുള്ള ഒരു മിത്തോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അത് ഗ്രീക്ക് പുരാണത്തിലെ ടൈറ്റൻ ആയിരുന്ന നിമോസൈൻ എന്ന ദേവത, ആ ദേവതയെ ഗോഡസ് ഓഫ് മെമ്മറി, ടൈം, ബേർഡ്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ദേവതയെ വാഴ്ത്താൻ വേണ്ടിയാണ് ഈ വാക്കിന്റെ ഉത്ഭവം എന്നുള്ളതായിരുന്നു. അത് പിൽക്കാലത്ത് ഈ ദേവതയെ വിസ്മരിക്കുകയും പിന്നീട് നമുക്ക് ഈ പറയുന്ന പോലെ ഭരണഘടനയുടെ ആമുഖങ്ങൾ പോലെ വന്നു ചേരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പ്രിയാമ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ്സ് എ ബ്രീഫ് ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റിംഗ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രിഫേസ് അല്ലെങ്കിൽ അതൊരു ആമുഖം.
ഇത് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 26 നവംബർ 1949 ഈ ദിവസം നമ്മൾ ദേശീയ നിയമദിനമായി ആചരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇനാക്ട്മെന്റ് ഡേ അത് 26 ജനുവരി 1950 ഇത് നമ്മുടെ ദേശീയ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അനുച്ഛേദം 394 പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭരണഘടനയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 4 ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ സോഴ്സ് എന്നത് ഉദ്ദേശിക്കുന്നത് വി ദ പീപ്പിൾ എന്നും, നേച്ചർ എന്നത് സോവറിറ്റി, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നതും, അതുപോലെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജസ്റ്റിസ്, ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഈ പറയുന്ന ജസ്റ്റിസ് എന്ന വാക്ക് റഷ്യൻ വിപ്ലവത്തിൽ നിന്നും, അതുപോലെ മറ്റ് ഇക്വാളിറ്റി, ലിബർട്ടി എന്നുള്ള വാക്കുകൾ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും കൈക്കൊണ്ടവയാണ്. ഇതിൽ ഈ ദിവസങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഈ പറയുന്ന 26 നവംബർ 1949 എന്ന് പറയുന്ന ദിവസത്തിന് ഈ ദിവസമാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന ദിവസം വന്നു ചേരുന്നത് ഈ പറയുന്ന 26 നവംബർ 1949 ആണ്. അതിനുശേഷം സഭ ഒരിക്കൽ കൂടെ കൂടുകയുണ്ടായി. അത് 24 ജനുവരി 1950 അന്ന് ഇവർ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. തുടർന്ന് 2 ദിവസം കഴിയുന്നതോടെ 26 ജനുവരി 1950 ഇത് ഇനാക്ട് ചെയ്ത് എടുക്കപ്പെടുകയാണ്. ഈ 26 ജനുവരിക്കും ഒരു പ്രത്യേകതയുണ്ട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട്മെന്റ് ഡേ എന്ന് നമ്മൾ നോക്കി പോകുന്നതിന്. കാരണം ഇത് 1930 ഒരു ജനുവരി 26 തീയതിയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യം പൂർണ്ണ സ്വരാജ് എന്നുള്ളത് ആചരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് കൂടിയാണ് ഈ 26 ജനുവരി കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യപ്പെടുന്ന ദിവസമായി നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല 26 ജനുവരിക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അത് ഭരണഘടനാ ദിവസമായി ആചരിച്ചു വരികയാണ്. 2015 നമ്മുടെ BR അംബേദ്കറുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അന്ന് മുതൽ ഇത് സംവിധാൻ ദിവസ് അല്ലെങ്കിൽ ഭരണഘടനാ ദിവസമായി ആചരിച്ചു വരികയാണ്. ഇനി ഭരണഘടനയെ കുറിച്ച് വിശിഷ്ടരായ വ്യക്തികൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കുക. ഇത് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഒരു തിരിച്ചറിയൽ രേഖ എന്നാണ് കൽക്കിവാല പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ KM മുൻഷി പറയുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ജാതകമാണ്. അതുപോലെ BR അംബേദ്കർ പറയുന്നത് ഇത് ഭരണഘടനയുടെ ഒരു താക്കോലാണ് എന്നാണ്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അടുത്തത് പ്രിയമ്പിളിനെ കുറിച്ച് പണ്ഡിതനായ താക്കൂർദാസ് ഭാർഗവ് പറഞ്ഞു വെക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത് പ്രിയമ്പിൾ ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എ പ്രോപ്പർ യാർഡ് സ്റ്റിക് വിത്ത് വിച്ച് വി ക്യാൻ മെഷർ ദ വർത്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഇസ് എ സോൾ, എ കീ, എ ജ്വൽ സെറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. അടുത്തത് നമുക്ക് ഭരണഘടനയിൽ വന്നിട്ടുള്ള ഭേദഗതികൾ നോക്കാം. അത് ഒരിക്കൽ മാത്രമാണ് നമ്മുടെ ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 42-ാം ഭേദഗതിയാണ് 1976 കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമുക്ക് സോഷ്യലിസവും സെക്യുലറിസവും ഇതിലേക്ക് ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് നേഷൻ എന്നുള്ളത് മാറ്റി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ എന്നുള്ള രീതിയിൽ മാറ്റം സംഭവിക്കുകയുണ്ടായി അന്ന്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്തതായി നമുക്ക് ആമുഖവുമായി ബന്ധപ്പെട്ട വിവിധ കോടതിയുടെ വിവിധ പ്രസ്താവനകളാണ്. അത് ആദ്യം നോക്കാൻ കഴിയുന്നത് നമുക്ക് റേ ബെർബറി കേസാണ് 1960. ഈ കേസിൽ പറയുന്നത് പ്രിയമ്പിൾ ഇസ് ദ കീ ടു ഓപ്പൺ ദ മൈൻഡ്സ് ഓഫ് ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. അടുത്തത് ഗോലക്നാഥ് കേസാണ്, 1967 വന്ന കേസാണ്. ഇതിൽ പറയുന്നത് ആമുഖം നമുക്ക് ഭരണഘടനയുടെ ഭാഗമല്ല എന്നും അതുകൊണ്ട് തന്നെ അത് ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നുമാണ്. ഇത് മറികടന്നുകൊണ്ട് 1973 കേശവാനന്ദ ഭാരതി കേസ് വരുന്നു. ഇതിൽ പറയുന്നത് പ്രിയാമ്പിൾ എന്നുള്ളത്, ആമുഖം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്നും അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ് എന്നും പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഭേദഗതി ചെയ്യാമെന്നും അടിസ്ഥാന ഘടനയെ തരണം ചെയ്യാതെ നമ്മൾ നശിപ്പിക്കാതെ അത് ഭേദഗതി ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ഈ കേശവാനന്ദ ഭാരതിയിൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ പ്രശസ്തമായ കേസാണ് രാജ്നാരായൺ കേസ്, 1972 കേസ്. ഇതിൽ പറഞ്ഞു വെക്കുന്നത് ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ഭാഗമായിട്ടുള്ളത് അടിസ്ഥാന ഘടനയാണ് ഭരണഘടനയുടെ എന്നാണ്. അതുപോലെ എക്സൽവേർ കേസ് 1979 വന്ന കേസാണ്. അതുപോലെ തന്നെ മിനർവ മിൽസ് കേസ് 1980 വന്ന കേസ്. ഇതിൽ പറയുന്നത് സോഷ്യലിസം, സ്ഥിതി സമത്വവാദം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്ലൈഡിലേക്ക്. അടുത്ത പ്രധാനപ്പെട്ട കേസാണ് നമ്മുടെ SR ബൊമ്മായി കേസ്, 1994 വന്നിട്ടുള്ള കേസാണ്. അതിൽ പറയുന്നത് മതേതരത്വം, സെക്യുലറിസം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ പ്രഗത്ഭമായ ഒരു കേസാണ് LIC ഓഫ് ഇന്ത്യ കേസ്, 1995 വന്ന കേസാണ്. ഇതിൽ പറയുന്നത് ആമുഖം എന്നത് നമ്മുടെ ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, എന്നാൽ അത് കോടതി മുഖേന നമുക്ക്
നടപ്പിലാക്കി എടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ആമുഖത്തെക്കുറിച്ച് വിവിധ ജഡ്ജികൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് സൂചിപ്പിക്കുന്നത്. ജസ്റ്റിസ് സിക്രി പറഞ്ഞിട്ടുണ്ട്, ഇത് preamble to our constitution is of extreme importance and the constitution should be read and interpreted in the light of the grand and noble vision expressed in the preamble എന്നാണ് ജസ്റ്റിസ് സിക്രി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രസക്തമായ വാക്കുകൾ നമ്മുടെ ജസ്റ്റിസ് HR കണ്ണയുടെയാണ്. അദ്ദേഹം പറയുന്നത് preamble is a part of the constitution and works before the constitution. ഇത് വളരെ അർത്ഥവത്തുള്ള വാക്കുകളാണ്. കാരണം ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ഈ preamble എന്ന വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ടൈറ്റാനായ നെമോസൈൻ എന്ന ദേവതയെ വാഴ്ത്താൻ വേണ്ടിയാണ് അത് വന്നത്. ആ ദേവത എല്ലാ ദേവതമാർക്കും മുന്നിൽ സഞ്ചരിച്ചു. ഗോഡസ് ഓഫ് മെമ്മറി അല്ലെങ്കിൽ ഗോഡസ് ഓഫ് ടൈം എന്ന് വിശേഷിക്കപ്പെടുന്നത് കൊണ്ടാണ് ആ ദേവതയെ അങ്ങനെ വാഴ്ത്താൻ വ്യക്തികൾ തയ്യാറായത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ വരവ് എന്ന് പറയുന്നത് 1946 നമ്മുടെ പണ്ഡിറ്റ് നെഹ്റു അവതരിപ്പിക്കുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിൽക്കാലത്ത് പ്രിയാമ്പിളായി ഏറ്റെടുക്കപ്പെടുന്നത്. അത് 1947 ഭരണഘടനാ നിർമ്മാണ സഭ ഇത് അംഗീകരിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് 1949 ആണെന്നുള്ളത് ശ്രദ്ധിച്ചുകൊള്ളുക. അടുത്ത സ്ലൈഡിലേക്ക്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. അത് നമ്മുടെ ഭാഗം 3, നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 3 പറയുന്നത്. അനുച്ഛേദം 12 മുതൽ 35 വരെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് വന്നിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ്. ഇതിൽ പറയുന്നത് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മഗ്ന-കാർട്ട എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നമ്മുടെ ജസ്റ്റിസ് കപ്പാഡിയുടെ വളരെ ശ്രേഷ്ഠമായ വാക്കുകളുണ്ട്. നാഗരാജ ജസ്റ്റിസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് അദ്ദേഹം ഇത് പറഞ്ഞു വെക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആസ് എ ഗിഫ്റ്റ് ഫ്രം ദ സ്റ്റേറ്റ് ടു ഇറ്റ്സ് സിറ്റിസൺസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് അവന്റെ പൗരന് കൊടുക്കുന്ന ഒരു സമ്മാനമായി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിൽ അതുപോലെ പ്രശസ്തമായ വാക്കുകളാണ്. ഇതിൽ പറയുന്നത് മൗലിക അവകാശത്തെ വളരെ പ്രാധാന്യമുള്ളവയാണ്. അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുമെന്നും മനുഷ്യന്റെ വ്യക്തിത്വത്തിന് വികാസത്തിന് സഹായിക്കുമെന്നും ഫലപ്രദമായ സ്ഥിതി സമത്വവും ജനാധിപത്യത്തിന് ഉത്തേജിപ്പിക്കുമെന്നുമാണ് അത് പറഞ്ഞത്. അടുത്തത് അനുച്ഛേദം 12 അത് സ്ലൈഡിലേക്ക് ഒന്ന് പോവാം. അതിൽ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് എന്താണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അതുപോലെ പാർലമെന്റ്, സ്റ്റേറ്റ് അസംബ്ലിയും ഉൾപ്പെടുന്നതാണ് സ്റ്റേറ്റ്. അതുപോലെ അതിൽപ്പെടുന്ന മറ്റ് ഘടകങ്ങൾ നമ്മുടെ പ്രാദേശിക അധികാരികൾ, ഇന്ത്യ സാമ്രാജ്യത്തിന് കീഴിൽ വരുന്നതും അതിന്റെ നിയന്ത്രണത്തിന് കീഴിലുമുള്ള പ്രാദേശിക സമിതികളാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട 3 കേസുകളുണ്ട്. സി ടെലിഫിലിം കേസ്, അതുപോലെ ഷീല ബർസെ കേസ്. ആദ്യം നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ജുഡീഷ്യറി സ്റ്റേറ്റിന്റെ പെർവിയിൽ വരുമോ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇതുമായി ബന്ധപ്പെട്ട 4 കേസുകളാണ് ഇവിടെ നോക്കേണ്ടത്. ആദ്യത്തെ കേസ് നരേഷ് മിറാജ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസാണ്. അത് 1967 വന്നിട്ടുള്ള കേസാണ്. ഇതിൽ പറയുന്നു ജുഡീഷ്യറി സ്റ്റേറ്റ് ആണ് എന്നതാണ്. അടുത്ത കേസാണ് AR ആന്ധ്രലി വേഴ്സസ് RS നായിക് എന്ന കേസ്. 1988 വന്നതാണ്. ഇതിലും പറയുന്നത് ജുഡീഷ്യറി സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. അതിനുശേഷം 2002 രൂപ അശോക് പുര വേഴ്സസ് അശോക് പുര എന്ന കേസ് അതിൽ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ജുഡീഷ്യറി ഒരിക്കലും സ്റ്റേറ്റ് അല്ല എന്നതാണ്. അതുപോലെ റിജു പ്രസാദ് ശർമ്മ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആസാം 2015 വന്ന കേസാണ്. അതിലും പറയുന്നുണ്ട് ജുഡീഷ്യറി സ്റ്റേറ്റ് അല്ല എന്നുള്ളതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അമേരിക്ക അല്ല ഇന്ത്യ എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം അമേരിക്കൻ സിസ്റ്റം പ്രകാരം ജുഡീഷ്യറി സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അതല്ല അവസ്ഥ. ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്ന് കൈക്കൊണ്ടവയാണ് തീർച്ചയായും. എന്നാൽ ജുഡീഷ്യറി സ്റ്റേറ്റ് ഇന്ത്യൻ കോൺസെപ്റ്റിൽ അല്ല എന്നാണ് പറയുന്നത്. അടുത്തത് അനുച്ഛേദം 13 നിയമം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 4 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. 13 പറഞ്ഞു വെക്കുന്നത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ 13 പറയുന്നു അത് പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിനെ കുറിച്ച്. അതുപോലെ തന്നെ ലോ എന്താണെന്ന് പറയുന്നുണ്ട്, ലോ ഇൻ ഫോഴ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇതിൽ 13 ഇതിന്റെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ 24ാം ഭേദഗതിയിലൂടെ 1971 വന്ന മാറ്റമാണ്. അതിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വന്നിട്ടുള്ള ഭേദഗതികൾ നിയമമല്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്ക് റൈറ്റ് ടു ഇക്വാളിറ്റി എന്നുള്ളത്, നിയമത്തിന് മുന്നിൽ ഏവർക്കും സമത്വവും തുല്യ സംരക്ഷണവും നൽകണം എന്നതാണ് ഈ പറയുന്ന അനുച്ഛേദം പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ഡൈസിയുടെ ആശയമായ നിയമവാഴ്ച ഈ പറയുന്ന പ്രൊവിഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ എന്നുള്ളത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്നും, അതുപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളത് അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് 2 ടെസ്റ്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇന്റലിജിബിൾ ഡിഫറൻഷ്യ എന്ന ടെസ്റ്റും റാഷണൽ നെക്സസ് എന്ന ടെസ്റ്റുമാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അത് അനുച്ഛേദം 15. ഇതിൽ പറയുന്നത് വിവേചനങ്ങൾ നിരോധിച്ചു കൊണ്ടുള്ള അനുച്ഛേദമാണ് ഈ പറയുന്നത്. നമ്മൾ പറയുന്ന ജാതി, മത, വർഗ, വർണ്ണം എന്നീ തരത്തിൽ ഒരു തരത്തിലും വിവേചനം പാടില്ല എന്നാണ് 15-1 പറഞ്ഞു വെക്കുന്നത്. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസസിലും ഈ പറയുന്ന വിവേചനം ഉണ്ടാവരുത്.
15(3) പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടുന്നുള്ള പ്രത്യേക പരിഗണന ഉൾക്കൊണ്ടുള്ള പ്രൊവിഷനാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 15(4)ഉം 15(5)മാണ്. ഇത് 2 ഭേദഗതികളിൽ കൊണ്ടുവന്നതാണ്. 15(4) എന്ന് പറയുന്നത് ചെമ്പതക ദുരൈരാജൻ കേസിൽ 1951 ആദ്യത്തെ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള അമെൻമെന്റ് ആണ്, ഭേദഗതിയാണ്. അതുപോലെ 15(5) എന്ന് പറയുന്നത് 93-ാം ഭേദഗതിയിലൂടെ 2005 കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. സാംസ്കാരികപരമായും ഈ പറയുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവർക്കും അതുപോലെ പട്ടികജാതി പട്ടികവർഗപ്പെട്ടവർക്കും വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ 2018 103-ാം ഭേദഗതിയിലൂടെ 15(6) കൊണ്ടുവന്നിട്ടുണ്ട് സാമ്പത്തിക സംരംഭത്തിനെ കുറിച്ച്. അത് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്ലൈഡ് ഷെയർ ചെയ്യുന്ന അവസരത്തിൽ പിന്നീട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഉൾപ്പെടുത്തി അയക്കുന്നതായിരിക്കും. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അനുച്ഛേദം 16. അത് പറയുന്നത് പൊതു തൊഴിൽ അവസരങ്ങൾ സമത്വം വേണം എന്നതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അനുച്ഛേദം 16. അവിടെ ഒരു വിവേചനവും പാടില്ല. ഈ പറഞ്ഞ പോലെ മുൻ അനുച്ഛേദത്തിൽ പറഞ്ഞതുപോലെ ഈ വർണ്ണം, ജാതി എന്നിവ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ പാടില്ല എന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കേസാണ് പ്രദീപ് ജെയിൻ കേസ് 1984. അതുപോലെ റിസർവേഷൻ, അവർക്കുള്ള റിസർവേഷനും അവർക്കുള്ള നിയമനത്തിനും വേണ്ടുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് 16(4) പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മണ്ഡൽ കമ്മീഷൻ 1979 വന്നിട്ടുണ്ട്. BP മണ്ഡൽ എന്ന വ്യക്തിയുടെ, ശ്രേഷ്ഠനായ വ്യക്തിയുടെ നേതൃത്വത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട കേസാണ് ഇന്ദിരാ സാനി കേസ്, 1993 വന്ന കേസാണ്. ഇതേ തുടർന്ന് നമ്മുടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് രാമാനന്ദൻ കമ്മിറ്റി ഇതിന്റെ ക്രിമിനലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുകയുണ്ടായി. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭേദഗതികളാണ് 16(4)A എന്ന് പറയുന്നതും 16(4)B എന്ന് പറയുന്നത്. ഇതിൽ 16(4)A എന്ന് പറയുന്നത് തന്നെ ഒരു ഭേദഗതിയാണ്. 77-ാമത്തെ ഭേദഗതി 1995 വന്നിട്ടുണ്ട്. അതിൽ വീണ്ടും ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് 85-ാമത്തെ ഭേദഗതിയാണ് 2001 കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 16(4)B ഇത് ക്യാരി ഫോർവേഡ് റൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് 81-ാം ഭേദഗതിയിലൂടെ 2001 വന്നിട്ടുള്ളതാണ്. അടുത്തത് നമുക്ക് പറയുന്നത് തൊട്ടുകൂടായ്മയെ കുറിച്ചാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അനുച്ഛേദം 17, 18കളിലാണ് ഇത് പറയുന്നത്. തൊട്ടുകൂടായ്മ നിരോധിച്ചു കൊണ്ടിട്ടുള്ള നിയമങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം വന്നിട്ടുണ്ട്, അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. ഇത് വീണ്ടും ഭേദഗതി ചെയ്ത് 1976 ഇത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1985 എന്ന പേരിൽ നിന്ന് അറിയപ്പെടും. അടുത്തത് അനുച്ഛേദം 18 ഇതിൽ പറയുന്നത് ഈ ടൈറ്റിൽസ്, ഈ പറഞ്ഞ പുരസ്കാരങ്ങളും പദവികളും നിരോധിച്ചു കൊണ്ടുള്ള ഒരു പ്രൊവിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ നിൽക്കുന്ന വ്യക്തികൾ അവരുടെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അനുമതിയോടെ കൂടെ മാത്രമേ പദവികളും മറ്റ് പുരസ്കാരങ്ങളും സ്വീകരിക്കാവൂ എന്നാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് സ്വതന്ത്ര അവകാശങ്ങളാണ്, റൈറ്റ് ടു ഫ്രീഡം. ഹലോ ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് അനുച്ഛേദം 19, 20 മുതൽ 22 വരെ പറഞ്ഞു വയ്ക്കുന്ന നമ്മുടെ സ്വതന്ത്ര അവകാശങ്ങളാണ്. നമുക്ക് സംസാരിക്കാനും പ്രകടിപ്പിക്കാനും അതുപോലെ ഒത്തുചേരാനും യാത്ര ചെയ്യാനും അതുപോലെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണ് പറഞ്ഞത്. ഇതിലൊരു ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. സ്വത്തവകാശം 1978 44-ാം ഭേദഗതിയിലൂടെ എടുത്തു മാറ്റുകയുണ്ടായി. ഇതിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങൾ ന്യായമായ നിയന്ത്രണങ്ങളെ കുറിച്ചാണ്, റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ 8ഓളം റെസ്ട്രിക്ഷനുകൾ നമ്മൾ ഈ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 2 ഭേദഗതിയിൽ കൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ 2 ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ് എന്നുള്ളതും സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതും ഇത് 1-ാം ഭേദഗതിയിലൂടെ 1951 വന്നതാണ്. അതുപോലെ സോവറിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത് 16-ാം ഭേദഗതിയിലൂടെ 1963 കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ 2011 ഒരു ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. അത് 19(1)C എന്നുള്ളത് അതിലെ അസോസിയേഷൻ, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻ എന്നുള്ള ഇടത്ത് ടു ഫോം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളത് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് കുറ്റം ചുമത്തപ്പെട്ട വ്യക്തികൾക്കുള്ള സുരക്ഷിതത്വം, അവരുടെ അവകാശങ്ങളെ കുറിച്ചാണ്. അത് 3 കാര്യങ്ങളാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എക്സ്പോസ്റ്റ് ഫാക്ട് ഓഫ് ലോ, ഇതുമായി ബന്ധപ്പെട്ട കേസാണ് കേദാർനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. അടുത്തത് പറയുന്നത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാഡി, ഇത് പറയുന്നത് മക്ബൂൽ ഹുസൈൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മുംബൈ എന്നുള്ള കേസാണ്. അടുത്തത് നമ്മുടെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ, ഇത് 2010 സെൽവി കേസ് ഉണ്ട്. ഇത് വായിച്ചു നോക്കി കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തത് നമുക്ക് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ് ഈ അനുച്ഛേദം 21. ഇത് നമുക്ക് വിദേശത്ത് യാത്ര ചെയ്യാനും വിദേശ സഞ്ചരിക്കാനും നിയമോപദേശം തേടാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ പ്രഗത്ഭനായ AKG കേസ് മുതൽ മനേകാ ഗാന്ധി കേസ് തുടങ്ങി 1980-90 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നമ്മുടെ MC മെഹ്ത്ത കേസുകളും അതുപോലെ 2017 പുട്ടുസ്വാമി കേസ് നമ്മുടെ സ്വകാര്യതയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നു. അതുപോലെ 2018
ശക്തിവാഹിനി കേസിൽ പറയുന്നു ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള അവകാശം കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അടുത്ത അനുച്ഛേദമാണ് 21A. അത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2002 വന്നിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 വന്നിട്ടുണ്ട്. അടുത്തത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നുള്ളതാണ്. അനുച്ഛേദം 22ലാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് തന്റെ വക്കീലിനെ കൺസൾട്ട് ചെയ്യാനുള്ള അവകാശമാണ് അതിൽ പറയുന്നത്. അതുപോലെ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ മജിസ്ട്രേറ്റിനെ മുന്നിൽ ഹാജരാക്കപ്പെടാനും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 മാസത്തിൽ കൂടുതൽ ആവാൻ പാടില്ല എന്നും, അതുപോലെ അതിന് വേണ്ടുന്ന ഉപദേശക സമിതി രൂപം കൊള്ളാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കേസാണ് DK ബസു കേസ്, 1997 കേസാണ്. ഇതിലെ അറസ്റ്റിന്റെ ഗൈഡ് ലൈൻസിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ചൂഷണങ്ങൾക്കെതിരെയായ, അത് സ്റ്റൈലിലേക്കാണ്, ചൂഷണങ്ങൾക്കെതിരെയായ അവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദം 23, 24ലാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ മനുഷ്യക്കടത്ത്, അതുപോലെ നിർബന്ധിത കൂലിവേല ഇത് ഒരിക്കലും അനുവദിക്കരുത്, അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ഒരു പ്രൊവിഷനിൽ പറഞ്ഞു വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്നുള്ളത് IT ആക്ട് എന്ന ചുരുക്കപ്പേരിൽ പല വിദ്യാർത്ഥികളും എഴുതി കണ്ടിട്ടുണ്ട്. അത് തെറ്റായ പ്രയോഗമാണ്. PITA ആക്ട്, PITA ആക്ട് എന്നാണ് അത് ചുരുക്കി എഴുതേണ്ടത്. അത് 1956 വന്ന നിയമം. അതുപോലെ കൊച്ചു കുട്ടികൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലവേല നിരോധനം, അതുമായി ബന്ധപ്പെട്ടാണ് അനുച്ഛേദം 24. ഇതുമായി ബന്ധപ്പെട്ട MC മെഹ്ത സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന കേസ് വന്നിട്ടുണ്ട് 1997. ഇതിൽ അതിന്റെ ഒരു മാർഗനിർദ്ദേശം കോടതി നമുക്ക് തരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അനവധി നിയമങ്ങൾ, ബാലവേല നിരോധന നിയമം 1986 വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. നമുക്ക് ഇഷ്ടമുള്ള മതങ്ങൾ സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അതിൽ മറ്റു കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന സ്ഥലം കണ്ടെത്താനും അതിനു വേണ്ടുന്ന സമ്പാദ്യം നേടാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിന് പുറമെ നമുക്കൊരു വിധത്തിലും ഉള്ള നിർദ്ദേശങ്ങളോ കർശനമായ നിബന്ധനകളോ വയ്ക്കാൻ പാടില്ല എന്നാണ് അനുച്ഛേദം 28 പറഞ്ഞു വയ്ക്കുന്നത്. അടുത്തത് ന്യൂനപക്ഷക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള, അടുത്ത സ്ലൈഡിലേക്കാണ് പോകുന്നത്. ന്യൂനപക്ഷക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. അനുച്ഛേദം 29, 30കളിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. അവരുടെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനും, അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയും അത് നടത്തിപ്പിന് വേണ്ടിയുള്ള അവകാശങ്ങളാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സേവിംഗ് ലോസ്, സംരക്ഷിത നിയമങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അനുച്ഛേദം 31A, 31B ആൻഡ് Cയിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ 31Aയും 31Bയും 1ാം ഭരണഘടന ഭേദഗതിയിലൂടെ 1951 വന്നിട്ടുള്ളതാണ്. ഇതിൽ 31 അനുച്ഛേദം 31Bയിലേക്ക് 9ാം പട്ടിക ചേർത്ത് വായിക്കണം എന്നുള്ളത് കൂടെയുണ്ട്. അടുത്തത് 31C ആണ്. ഇത് സേവിംഗ് ലോസ് റിലേറ്റഡ് ചില ഡയറക്റ്റീവ്സിനെ സംരക്ഷിക്കുന്ന നിയമത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുച്ഛേദമാണ് 31C എന്ന് പറയുന്നത്. ഇത് 25ാം ഭേദഗതിയിലൂടെ 1971 വന്നിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസാണ് IR കൊയിലോ കേസ്. ഈ കേസിൽ YK സർബാൾ CG ആയിട്ടുള്ള ഒരു കോടതി പറയുകയുണ്ടായി, ഇത്തരത്തിൽ സംരക്ഷിത നിയമം ആയിക്കോട്ടെ, അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയോ കോട്ടമോ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ പരമോന്നത നീതിപീഠം തീർച്ചയായും അത് കൈകാര്യം ചെയ്യും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അടുത്തത് നമ്മുടെ റിട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. അനുച്ഛേദം 32ലാണ്. അത് നമ്മുടെ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്ന്, പ്രെറോഗേറ്റീവ് റിട്സ് എന്ന ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. 5 റിട്ടുകളാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ്, സർഷ്യറി, മാൻഡംസ്, പ്രൊഹിബിഷൻ, കുവാരണ്ടോ എന്നുള്ള കാര്യം. ഇതിൽ പ്രധാനപ്പെട്ട കേസുകളാണ് ഗുലാം സർവർ കേസ്. ഇത് ഹേബിയസ് കോർപ്പസിൽ റെസ്റ്റുഡിക്കേറ്റ് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു വെക്കുന്ന കേസാണ് ഗുലാം സർവർ കേസ്. 1967ലാണ് കേസ് വന്നിട്ടുള്ളത്. അതുപോലെയുള്ള പ്രധാനപ്പെട്ട കേസുകളാണ് കനുസ് തന്യാൽ കേസ് 1974, അതുപോലെ ATM ജബൽപൂർ കേസ് 1975. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അനുച്ഛേദം 33, 34. ഇത് നമ്മുടെ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന മൗലിക അവകാശങ്ങളിലെ ചില നിബന്ധനകൾ പറയുന്നതാണ് ഈ പറയുന്ന 2 അനുച്ഛേദങ്ങൾ. അതിൽ ഒന്ന് പറയുന്നത് നമ്മുടെ സൈനികർക്ക് ഉള്ള അവരുടെ മൗലിക അവകാശങ്ങളിലേക്ക് എത്രത്തോളം പോകാം എന്നുള്ളതാണ് ആ പറയുന്ന 33ാം അനുച്ഛേദത്തിൽ പറയുന്നത്. അതുപോലെ 2ാമത്തെ അനുച്ഛേദം 34ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നു പട്ടാള നിയമം, മാർഷ്യൽ ലോ നിലവിൽ നിൽക്കുമ്പോൾ ഉള്ള നമ്മുടെ മൗലിക അവകാശങ്ങൾ എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ ഇതിന്റെ ഏറ്റവും അവസാനത്തെ അനുച്ഛേദമായ അനുച്ഛേദം 35, ഇത് നമ്മുടെ പാർലമെന്റിന് ഏകപക്ഷീയമായി നിയമം ഉണ്ടാക്കാനുള്ള അവകാശം നൽകുന്നതാണ്. ഈ പറയുന്ന പാർട്ട് 3, ഭാഗം 3 സംബന്ധിക്കുന്ന കാര്യങ്ങൾ.
അതുമായി സംബന്ധിക്കുന്ന ഇത്തരത്തിലും ഒരു വീഴ്ച ഉണ്ടാക്കുകയാണെങ്കിൽ അതുമായി സംബന്ധിക്കുന്ന പീനൽ നിയമങ്ങൾ, ശിക്ഷാ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം അതിൽ പറഞ്ഞു വയ്ക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാറ് പറഞ്ഞു പോയിട്ടുള്ളത്. അത് ശ്രമിച്ചിരുന്നതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. അതായത് നമ്മുടെ സാർ ക്ലാസ് എടുക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ശ്രീജിത്ത്, വെരി ഗുഡ് പ്രസന്റേഷൻ. ഇതിന്റെ ഭാഗമാക്കിയതിന്റെ കാര്യം, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ബിക്കോസ് വി ആർ ആക്ച്വലി ഫേസിങ് എ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ ഫേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രാക്ടീസ്. ആദ്യമായിട്ട് നമ്മൾ ശില്പ മറ്റേ അടുത്ത സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യൂ ശില്പ. അത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആക്ച്വലി എ പ്രാക്ടീസ്. അതൊരു ഓൺലൈൻ പ്രാക്ടീസ് ആൻഡ് ശ്രീജിത്തെ ഒന്ന് നോട്ട് ചെയ്യോ. ഓൺലൈൻ പ്രാക്ടീസ് ആൻഡ് ഓഫ്ലൈൻ പ്രാക്ടീസ് ആണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. ആ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശ്രീജിത്ത് ആ ക്ലാസ് എടുത്തത്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഫെമിലറൈസേഷൻ ഓഫ് സബ്ജക്ട് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഫെമിലറൈസേഷൻ ഓഫ് സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ഈ സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ വലിയൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ബട്ട് യു ഹാവ് ടു ബി ഫെമിലിയറൈസ് വിത്ത് ഓൾ പ്രൊവിഷൻസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശില്പ ഒന്ന് എന്റെ സ്ലൈഡ് ഷെയർ ചെയ്യണേ. ഹലോ ശില്പ. ശില്പയെ കിട്ടുന്നില്ലേ? സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ഫെമിലറൈസേഷൻ ഓഫ് സബ്ജക്ട്. ഓരോ പ്രൊവിഷനെ കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടാവണം. ഇപ്പോ ശ്രീദത്ത് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ വാട്ട് ഈസ് ആക്ച്വലി ആർട്ടിക്കിൾ 19, വാട്ട് ഈസ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1A, B, C, 20 ക്ലോസ് 1, 20 ക്ലോസ് 2. അങ്ങനെ ഒരു ഫെമിലറൈസേഷൻ ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം വിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. ആ സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ ആദ്യം വേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത് വേണ്ടത് പ്രൊവിഷൻസ് ഫെമിലറൈസ് ചെയ്യണം. ആദ്യം പ്രൊവിഷൻസ് ഫെമിലറൈസ് ചെയ്യണം. ഏത് പ്രൊവിഷൻ എവിടെ വരുന്നു, ആ പ്രൊവിഷന്റെ റിലവൻസ് എന്താണ്, ആൻഡ് ഓൾസോ ദ ലേറ്റസ്റ്റ് അമെൻമെന്റ് ഓൾസോ. ശ്രീദത്ത് എക്സ്പ്ലെയിൻ ചെയ്തു ഓരോ പ്രൊവിഷന്റെയും ഏത് അമെൻമെന്റിലാണ് അത് വന്നത്, ആൻഡ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ്. ഒന്ന് ഇമ്പോർട്ടൻറ്റ് കേസ് ലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസിലോ എങ്കിലും ഹി എക്സ്പ്ലെയിൻ. അപ്പോൾ ഈ മെത്തേഡാണ്, ദിസ് ഈസ് ദ മെത്തേഡ് ഇൻ വിച്ച് യു ഹാവ് ടു അപ്രോച്ച് in order to tackle a competitive exam, not only UGC NET JRF exam, but also any competitive law examination. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്ന കാര്യം ഇനി ഞാൻ ഒരു 10 മിനിറ്റ് ശ്രീദത്ത് കൂടുതൽ എടുത്തു. അപ്പോൾ 10 മിനിറ്റ്സ് എടുത്തു. പിന്നെ നമുക്കൊരു 5 മിനിറ്റ്സ് ഏകദേശം നമ്മുടെ ആദ്യം ഒന്ന് നഷ്ടപ്പെട്ടു. 15 മിനിറ്റ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ഏരിയയും കൂടെ ഓടിച്ച് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇപ്പൊ ആദ്യമായിട്ട് ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലേക്ക് ശ്രീദത്തെ കഴിഞ്ഞില്ലെങ്കിൽ പറയണേ, ഞാൻ 5 മിനിറ്റും കൂടെ എടുക്കും, ഞാൻ തന്നെ ഷെയർ ചെയ്യാം. സോ എന്തോ ശ്രീദത്തെ കഴിഞ്ഞില്ലെങ്കിൽ പറയണേ, എനിക്കൊന്ന് ഡൗൺലോഡ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അത്രയും ലോഡ് ആയൊന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ലോഡ് ആവുന്നില്ല. ഞാൻ പ്രസന്റ് ചെയ്യൂ സന്ദീപ്. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇനിയിപ്പോ പോകുന്നത് ഈ 2 പോയിന്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ 10 ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ ശ്രീദത്ത് പ്രസന്റ് ചെയ്തത് ശ്രീദത്തിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല, ബട്ട് ഓൾസോ ദ കോൺട്രിബ്യൂഷൻ ഓഫ് അതേഴ്സ്. സോ അപ്പൊ നിങ്ങളും ഇതുപോലെ ടീമായിട്ട് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ ഇത് പ്രസന്റ് ചെയ്യണം. ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് യു ഹാവ് ടു റീഡ്. ഇപ്പോ ഡിഫറെന്റ് സബ്ജക്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓരോ ഗ്രൂപ്പും ഏത് സബ്ജക്റ്റിലാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഗ്രൂപ്പിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ നടക്കുന്ന അഡീഷണൽ ക്ലാസ്സസ്, ആ അഡീഷണൽ ക്ലാസ്സസ് ക്ലിയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. ഉദാഹരണം, കഴിഞ്ഞ ആഴ്ച സന്ദീപ് എടുത്തു, ആൻഡ് ഓൾസോ ജിനോ. ഇവർ രണ്ടുപേരും എടുത്തിരിക്കുന്നത് ഒന്ന് സെക്ഷൻ 1 to 9 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്.
ആൻഡ് ഓൾസോ പിന്നെ സന്ദീപ് എടുത്തത് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ. ഈ ഏരിയ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇനി ഈ ഏരിയയിൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഈ ബേസിക് ഫണ്ടമെന്റൽ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വൈസ്, നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ഞങ്ങളല്ല ഉത്തരവാദി, നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു സിമ്പിൾ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും പിന്നെ ഇവിടെ പഠിപ്പിച്ചു പോകുന്ന ആ അതർ സബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് ഈ ആഴ്ച തന്നെ നമ്മുടെ LGRF ലേണിംഗ് പ്ലാറ്റ്ഫോം വരും. അവിടെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അപ്പൊ ഈ വീഡിയോസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം തന്നെ ഈ പെർട്ടിക്കുലർ കഴിഞ്ഞു പോയതിന്റെ നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോ ഓരോ ക്ലാസിന്റെയും റിവ്യൂ മെറ്റീരിയൽ ഇന്ന് റിവ്യൂ ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ടീമാണ്. അവരുടെ റിവ്യൂ മെറ്റീരിയൽ ഈസ് ഓൾസോ അവൈലബിൾ ഇൻ അവർ LGRF ലേണിംഗ് പ്ലാറ്റ്ഫോം. പിന്നെ ലോ എക്സാംസിലാണ് നിങ്ങൾ എക്സാം എടുക്കേണ്ടത്. ലോ എക്സാംസിൽ നിങ്ങൾ എക്സാം എടുക്കണം. അപ്പോൾ ഈ 2 പ്ലാറ്റ്ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. വെരി ഗുഡ്. നിർദ്ദേശിക്കുന്ന പരീക്ഷകൾ എടുത്താൽ പോരെ സർ? അഭിജിത്ത്? അല്ല അതന്നെ സർ, ഓരോ ആഴ്ചയും നിർദ്ദേശിക്കുന്ന പരീക്ഷകൾ സ്പെഷ്യൽ എക്സാംസ് എടുത്താൽ പോരെ? അല്ല, നമ്മൾ അഭിജിത്തെ നമ്മളിപ്പോ നിർബന്ധമായും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ എക്സാമിനേഷൻസ് നമ്മൾ എടുത്തു പോകണം. വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇൻസ്ട്രക്ഷൻ വരും. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ എക്സാം എടുത്തു പോകണം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ ഈ LGRF ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ നടന്ന ക്ലാസിന്റെ എല്ലാം വീഡിയോസ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും. നോട്ട്സ് മസ്റ്റ് ആയിട്ടും റീഡ് ചെയ്യണം. അതും ആ ആഴ്ചയിൽ ചെയ്യേണ്ടത് ആ ആഴ്ചയിൽ തന്നെ ചെയ്യണം. നിങ്ങൾ നോട്ട്സ് മാത്രം റീഡ് ചെയ്താൽ പോരാ. നമ്മളുടെ ഇന്നിപ്പോ ശ്രീദത്ത് റിവ്യൂ ചെയ്തതുപോലെ റിവ്യൂ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിവ്യൂ ഓഫ് ദ പ്രീവിയസ് സെഷൻ അതുണ്ടെങ്കിൽ അതൊരു നക്ഷൽ ഫോർമാറ്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ആക്ച്വലി ശ്രീദത്ത് ചെയ്തത് എലാബറേറ്റഡ് അല്ല പറഞ്ഞത്. ഹി ഓൺലി പ്രസന്റഡ് എ നക്ഷൽ ഓഫ് പ്രിയാമ്പിൾ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതാണ് യഥാർത്ഥത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടത്. അപ്പോ അതുപോലെ റിവ്യൂ സെക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത്രയും നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ നേരെ ലോ എക്സാംസിലേക്ക് വരണം. ലോ എക്സാംസിലേക്ക് വന്നിട്ട് ഈ സെയിം എക്സാംസ് നമ്മൾ ലോ എക്സാംസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സാംസ് നിങ്ങൾ എടുക്കണം. അഭിജിത്ത്? യെസ്. അങ്ങനെ നിങ്ങൾ എടുത്തു പോവുക. പക്ഷെ നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. നിങ്ങളുടെ സബ്ജക്ട് നന്നാക്കാനായിട്ടുള്ള ഡ്യൂട്ടി നിങ്ങൾക്കാണ്. നിങ്ങളുടെ സബ്ജക്റ്റിൽ നന്നായിട്ട് വായിച്ച് നല്ല കണ്ടന്റ് ഡെവലപ്പ് ചെയ്ത് ഈ ടീമിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇറ്റ് വിൽ ബി സൂപ്പർവൈസ്ഡ് ബൈ ദ എഡിറ്റർ, സൂപ്പർവൈസർ ആൻഡ് റിസോഴ്സ് പേഴ്സൺ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു 10 days വെച്ചിട്ട് ഞങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആ പെർട്ടിക്കുലർ സബ്ജക്ട് റിവ്യൂ ചെയ്യണം. അതിനോടൊപ്പം തന്നെ മറ്റു സബ്ജക്റ്റും വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അത് വായിച്ച് ചെയ്തോളൂ. അത് യൂസ്ഫുൾ ആണ്. പക്ഷെ അതേസമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാ കുട്ടികളും ഈ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി എടുത്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം. വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സജഷനും കൂടെ വെച്ചിട്ട് നിങ്ങൾ എഡിറ്ററിന് കൊടുത്താൽ മതി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അത് എടുത്തിട്ട് വേർഡിലാക്കി ടൈപ്പ് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാക്ടീസിന് വേണ്ടി. അപ്പോ അതും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തു പോകണം. അതാണ് ഇപ്പൊ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഔട്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യു പ്ലീസ് കമ്മ്യൂണിക്കേറ്റ് യുവർ എഡിറ്റർ. ആ എഡിറ്റർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ ആദ്യം അതിനെ സെപ്പറേറ്റ് ചെയ്യണം, മറ്റേരിയ വായിക്കണം. ഇനി നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏതെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൊടുക്കണം. അതിനുശേഷം അതിന്റെ അടിയിൽ പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് വെക്കുക, എഡിറ്ററിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും അക്കാഡമിക് കാര്യങ്ങളാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എനി ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്പീഡിൽ എന്റെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ പോകും. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾ ചാറ്റിൽ ഇടുക, അതിന് ആൻസർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ ദി ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്.
So you know that the directive principles of state policy has been mentioned in Part 4 of Indian Constitution, which is one of the most important part as far as the Indian Constitution is concerned, because of the reason that the preamble, the directive principles of state policy, is actually the reflection of preamble, which was so held in number of judgments. That is the first point. So in the second slide, that is the first point, and it is mentioned in Article 36 to 51 of Indian Constitution. അപ്പൊ ഇനി നിങ്ങൾക്ക് ആർട്ടിക്കിൾ 1 ഇപ്പൊ പഠിക്കേണ്ട ഫണ്ടമെന്റൽ ആയിട്ട് 12 മുതൽ 35 വരെയുള്ളതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് നിങ്ങളുടെ ഒരു ആകെ എടുക്കേണ്ട എഫേർട്ട്. അത് നിങ്ങൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ആദ്യം ഫെമിലറൈസേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 35 വരെ ഉള്ള ആർട്ടിക്കിൾ നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ 36 to 51 വരെയുള്ള ആർട്ടിക്കിളും വാട്ട് ഈസ് ദ റിലവൻസി ഓഫ് ദിസ് ആർട്ടിക്കിൾ ആൻഡ് വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് ആർട്ടിക്കിൾസ് ആൻഡ് അതർ പാർട്സ് and what is the connection between this article and the preamble of the Constitution. Sandeep, next slide. This particular man, the Granville in Austin, he was a famous jurist as far as Indian Constitution is concerned, and he said the directive principles of state policy set forth the humanitarian socialist perspectives that were the aim of the Indian social revolution. This was actually the statement of the Granville in Austin. He mentioned this statement in his book, Indian Constitution, the Cornerstone of a Nation. That is also a very important thing, because when you read the provisions of the Constitution, directive principles of state policy, you will understand the fact that the directive principles of state policies are fundamental. I use the word fundamental because of certain reasons, and that reasons are mentioned in the different articles of the directive principles of state policy. So this is a very important statement. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Next slide. Yes, so part 4 of the Indian Constitution deals with the directive principles of state policy, and which is laid out in Article 36 to 51 of Indian Constitution. And the concept of directive principles of state policy is borrowed from the Irish Constitution. അത് ഒരാളുടെ പേരും കൂടെ you please note the point, is B.N. Rao. B.N. Rao was the constitutional advisor to the Constituent Assembly, and the part 4 of the Constitution owes much to B.N. Rao. B.N. Rao visited as a constitutional advisor to Ireland. In the course of his visit to some foreign countries for a first-hand research on comparative democratic constitution. അപ്പോൾ B.N. റാവു ഒരു കമ്പാരിറ്റീവ് ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊരു സ്റ്റഡി നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബിക്കോസ് യു നോ ദ ഫാക്ട് ദാറ്റ് one of the most importance of Indian Constitution is that Indian Constitution is the largest constitution in the world, largest written constitutional law in the world. You know why, the reason. And the second important point is the Indian Constitution is the largest borrowed constitutional law in the world. Indian Constitution is the largest borrowed constitutional law in the world. So the word is very, very important. It's a borrowed constitutional law in the world. അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് B.N. Rao. Because B.N. Rao is actually, what is his status as far as the Indian Constitution is concerned? He is the constitutional advisor to the Constituent Assembly. So he studied many comparative. He made a comparative study of many democratic constitutions. So, because the end result of many provisions of Indian Constitution is because we borrowed many provisions from many other international conventions, many other states. That is the one of the major reason why our Constitution is. Ambedkar said in the Constituent Assembly that our Constitution is a philosophy of philosophies. നമ്മുടേത് അതാണ്, ഫിലോസഫിയാണ്, ഡിഫറെന്റ് ഫിലോസഫികളുടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ യു ജസ്റ്റ് നോട്ട് അനദർ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി,
he is beyond Rao. So, and also the directive principles of state policy is also inspired by the principles of Gandhism and related to social justice, economic welfare, foreign policy, and legal and administrative matters. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. That point is it is a philosophy of philosophies. അപ്പോൾ ഇനി നിങ്ങൾ ഒന്ന് നോക്കണം, what are the philosophies which are there in the Indian Constitution? Whether Ambedkarism is there? Yes. Whether Nehruism is there? Yes. Whether Gandhism is there? Yes. Whether revolutionary principles are there, like French revolutions, Russian revolutions? Yes. Whether the communist philosophy is there, Marxian philosophy is there? Yes. So we are ready to accept all philosophies. അത് അംബേദ്കർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്. നമ്മൾ എല്ലാ ഫിലോസഫിയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ബട്ട് സബ്ജക്ട് ടു സർട്ടൻ സ്റ്റാൻഡേർഡ്സ്. ആൻഡ് വാട്ട് ആർ ദാറ്റ് സ്റ്റാൻഡേർഡ്സ്? ദാറ്റ് സ്റ്റാൻഡേർഡ്സ് ആർ വി കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. That standards are laid down in the fundamental rights. That standards are laid down in the preamble of the Constitution. That standards are laid down in the directive principles of state policy. And that standards are we call the constitutional morality envisaged in Article 14, Article 19, Article 21, as already Srijit explained, which are a revolutionary principle that we incorporated from the French Revolution. For example, the equality before law and equal protection of law, or the liberty or fraternity, which is incorporated from the French Revolution. So this is something which is a very important standard, which is fixed by the Constitution as a constitutional morality, which is something which distinguishes other document and the Indian Constitution. And that is one of the major reason why we are saying the fact that the Constitution is the perfect document for a certain extent. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ directive principles of state policy. So this is actually an inspiration. Sandeep, next slide. Which is, so what is directive principles of state policy? Directive principles of state policy is nothing but it is actually some specific human rights. Even though this concept has been incorporated from the Irish Constitution, but this concept has been there in many international conventions. For example, UDHR, Universal Declaration of Human Rights, where it is mentioned that as social, economic, and cultural rights. So it is mentioned as social, economic, and cultural rights. ഒരു മിനിറ്റ്, കുട്ടികൾ പാട്ട് പാടുക, ഞാൻ അവരൊന്ന് റെഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ നടക്കും. Okay, so ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, the directive principles of state policies are guidelines to the central and state governments in India to kept in mind while framing laws and policies. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. The next slide. Okay, so the directive principles of state policies are the provisions are contained in part 4 of the Constitution. I don't think doubt illa. And the directive principles aims to create a social and economic condition under which the citizens can lead a good life. That is a very important thing. That is one of the reason why we are saying the fact that the directive principles of state policy is a reflection of preamble. Preamble പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങളുടെ reflection ആണ്. For example, the economic justice and social justice laid down in the preamble, and the equality of status and opportunity provided in the preamble, and also for a certain extent the liberty of persons. So that is one of the reason why the directive principles of state policies are social, and it is so important because it creates social and economic condition under which the citizens can lead a good life.
the aim at creating social and economic equality through a welfare state. So that is also a very important thing. So you please note the point. Ultimately, the purpose of the directive principles of state policy is to create a welfare state. So what is actually the welfare state? It is a very important question. Our question namukku answer because by explaining the rest of the provisions of the directive principles of state policy. And the directive principles of state policies are not enforceable by any court, but they are non-justiciable rights of the people, because it is so mentioned in a particular article, and that particular article, I think next slide next slide. And also the principles of laid down in the directive principles of state policies are considered fundamental in the governance of the country, and the state should apply this principle while making a law for the purpose of establishing a just society. I think this is laid down in a particular article, and that article is Article 37. About 37 ഇതിന്റെ ഒരു പോയിന്റ് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. And it is a yardstick to measure the performance of the government. Okay, next. Okay, so see the first article of directive principles of state policy, which define the term state. So what is the definition of state? The definition of state is the same as defined in Article 12 of the Constitution. So already a state is defined in Article 12 of the Constitution. You know the relevancy of Article 12 of the Constitution, because Article 12 is the first provision of the fundamental rights. Article 12 to 35 deals with the fundamental rights, where the state is defined in Article 12, and Article 36 also defines the state, because the first provision of the directive principles of state policy. And the most important thing is the state defined in Article 12 and Article 36 are one and same, which means it is the government, Parliament of India, the government, the legislature of each state, and all local and other authorities within the territory of India and under the control of the government of India. That is the definition of state as mentioned in Article 12, and the definition of state defined in Article 36 of Indian Constitution. One is laid down in the fundamental rights, and second one is laid down in the directive principles of state policy. But even though the concept of state defined in these both articles are one and same, their functions are different. What is the function of the state, a constitutional function of the state defined in Article 12 of the Constitution? To protect the fundamental rights, do not violate the fundamental right, and preserve the fundamental rights. And what is the state defined in Article 36 of the Constitution? To enact laws as much as possible from this part. To enact laws as much as possible from this part. So there are two consequences as far as the state defined in Article 12 of the Constitution is concerned and Article 36 of the Constitution is concerned. For example, if the state violate any of the fundamental rights laid down in any of the provisions of Part 3, what is the consequence? The consequence is that particular act is subject to judicial review. But what is the consequence of the constitutional duty of the state, which is mentioned in Article 36 of the Constitution, which is implementation of the directive principles of state policy? In case there is no implementation of the directive principles of state policy on the part of the state defined in Article 36 of the Constitution, what is the consequence? There is no consequence, which is mentioned in Article 13 and Article 37 of the Constitution. Because Article 13, Sridhar already explained, 13 പറഞ്ഞേക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ there is a consequence. Directive principles ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് there is no consequence, which is mentioned in a particular article. Which is that article? That is the next article. Sandeep, next article 37. The next article is Article 37. Why fundamental rights are enforceable? You can easily answer the question saying the fact that because of Article 13. And what is Article 13?
Article 13 saying that the fundamental rights are post-constitutional law and pre-constitutional law must be consistent with the fundamental rights. And the same article also defined the term law, as Sridhar already mentioned. So here, what Article 37 of the Indian Constitution says, the Article 37 of the Indian Constitution saying that this is a very important paragraph because of the reason that the application of the principles contained in this part means part 4. The provisions contained in this part shall not be enforceable. So this is the most important thing, shall not be enforceable by any court. But the principles therein laid down are fundamental. That is the most important point. The word fundamental is used by many Constituent Assembly, many persons of the Constituent Assembly debates, including Dr. Ambedkar. So, ഇതിനോടൊപ്പം നിങ്ങൾ റീഡ് ചെയ്ത് പോകേണ്ട ഒരാളാണ് ഡോക്ടർ അംബേദ്കർ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൊണ്ട് ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ ഒരു അംബേദ്കർ മെമ്മോറിയൽ സ്പീച്ച് തന്നെ നടത്തുന്നുണ്ട്. എവറി ഇയർ 5 സ്പീച്ചസ്. അതിലിപ്പോ 2 സ്പീച്ച് നടന്നിട്ടുണ്ട്. അതിൽ 1 സ്പീച്ച് ഈസ് എ വെരി റിലവൻറ്റ് സ്പീച്ച്. അത് നിങ്ങൾ റെഫർ ചെയ്യേണ്ട സ്പീച്ചാണ്. ദാറ്റ്സ് സ്പീച്ച് വാസ് a speech made by Seema teacher, കിസാറ്റിലെ ഹെഡാണ്. ടീച്ചർ അംബേദ്കറിനെ കുറിച്ച് കഴിഞ്ഞ ജനുവരി 26 അംബേദ്കർ മെമ്മോറിയൽ, സെക്കൻഡ് അംബേദ്കർ മെമ്മോറിയൽ സ്പീച്ച് ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ ആ ഒരു സ്പീച്ച് ആ ടീച്ചറിന്റെ കേൾക്കണം. ടീച്ചർ വളരെ കൺഫൈൻ ചെയ്ത് the relevancy of the fundamental rights and relevancy of the directive principle of state policy and relevancy of the preamble of the constitution അംബേദ്കറിന്റെ വ്യൂവില് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതാണ് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ. അത് ഈ അക്കാഡമിക് പർപ്പസിന്റെ ഭാഗമാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് അംബേദ്കർ മെമ്മോറിയൽ ലെക്ചർ ഡെലിവേർഡ് ബൈ ഡോക്ടർ സീമ, ക്യുസാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. രണ്ടാമത്തെ ഒരു വീഡിയോ that is also equally relevant as far as your topic is concerned. It is delivered by Dr. Mohan Gopal sir in October 2 in 2020. അത് ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷനും ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ചേർന്നിട്ട് ഗാന്ധി ജയന്തി സെലിബ്രേറ്റ് ചെയ്തപ്പോൾ മോഹൻ ഗോപാൽ സാറ് ഡെലിവർ ചെയ്ത ഒരു സ്പീച്ചാണ്. ആൻഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ആ സ്പീച്ചും നിങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വാച്ച് ചെയ്യേണ്ടതും അതിൽ പറഞ്ഞേക്കുന്ന കണ്ടന്റ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടതുമാണ്. അത് രണ്ടും കൂടെ ആകുമ്പോൾ ഇതിന്റെ ഈ ടോപ്പിക്ക് ഭയങ്കര റിലവന്റ് ആവും. ഈവൻ ഞാൻ ഈ ടോപ്പിക് എടുത്തില്ല എങ്കിൽ പോലും ഈ 2 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് the relevancy of the directive principles, fundamental rights and fundamental duty and its relationship between these 3 parts and also the preamble. അപ്പൊ അത് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോണ്ടിരിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ വി ആർ യൂസിങ് എന്താ പറയുക, മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മൊബൈൽ വളരെ ദൂരത്തേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവരുടെ സ്പീച്ച് കേട്ടാൽ മതി. നല്ല കേൾക്കാൻ പറ്റുന്ന വോയിസിൽ വെച്ചേക്കാം. എന്നിട്ട് ആ വോയിസിൽ കേട്ടിട്ട് പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ എപ്പോഴും മൊബൈൽ അതിനുവേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടാവും. അത് റെക്കമെൻഡഡ് അല്ല. പക്ഷെ ലാപ്ടോപ്പിലാണെങ്കിൽ ഓക്കെ, അത് പ്രശ്നമില്ല. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അംബേദ്കറിനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ജസ്റ്റ് ആ 2 പോയിന്റിലേക്കും പോയിന്റ് വന്നത്. ഞാൻ അത് ഈ ക്ലാസ്സിൽ പറയാൻ വേണ്ടി തന്നെ ഇരുന്ന കാര്യമാണ്. ഈ 2 വീഡിയോസും നിങ്ങൾ കാണണം. ഈ 2 വീഡിയോസും അവൈലബിൾ ഇൻ അവർ യൂട്യൂബ് ചാനൽ ആൻഡ് വെബ്സൈറ്റ്. സോ ഞാൻ ഈ പറഞ്ഞ ഈ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് this is because of, so the question is what about the fundamental rights? Fundamental rights are enforceable rights. Yes. Why? It is because of Article 13. So another question is, what about the directive principles of state policy, which is enforceable? No. Why? It is because of Article 37. But what is actually the paragraph
which is mentioned in Article 37 of Indian Constitution, is saying the fact that these directive principles of state policies are fundamental. Point number one. Point number two is, even though it is fundamental, it is not enforceable, unenforceable rights. These are the 2 points laid on in this particular article, that is Article 37. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇതിന്റെ റിലവൻസ് മനസ്സിലാവും. ബട്ട് ഇൻ ദിസ് പർട്ടിക്കുലർ ആർട്ടിക്കിൾ, വെൻ ദർ വാസ് എ Constituent Assembly debates, Ambedkar said this article, these particular parties is actually a fundamental in the governance of the country. At the same time, it is not enforceable through a court of law. And one of the most important fact that Ambedkar mentioned in the Constituent Assembly debate, that he said even though the directive principles of state policies are unenforceable, if any state ignore these directive principles of state policy, then they will certainly have to answer before the electors at the next election. That is the relevancy of these directive principles of state policy. കോടതി അല്ല ഇതിന് ഉത്തരം ചോദിക്കുന്നത്, പക്ഷെ ജനങ്ങൾ ചോദിക്കും. ദാറ്റ് ഈസ് ദ റിലവൻസി ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. കോർട്ടിന് ഇതിൽ വലിയ റോളൊന്നുമില്ല, പക്ഷെ ജനങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ബൈ വേ ഓഫ് ഡെമോക്രാറ്റിക് പ്രോസസ്. ഇലക്ഷനിലൂടെ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ജനങ്ങൾക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ടെന്ന് അംബേദ്കർ പറഞ്ഞു. ദാറ്റ് ഈസ് ദ റിലവൻസി, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് ഇതിൽ പറഞ്ഞേക്കുന്ന ഐഡിയാസ് എല്ലാം വെരി വെരി യുണീക്ക് ഐഡിയാസ്. Ideas which create a welfare state, welfare, sovereign, socialist, secular, democratic republic. That is the most important thing. To create a sovereign, socialist, secular, democratic republic. That is the most important thing. That engane create cheyunu ennalladana, it is a very important thing, because I already mentioned the fact that I already explained some fundamental provisions of the fundamental rights, which is how it is related to the preamble of the Constitution, especially in terms of secularism, especially in terms of socialism, especially in terms of democratic character, especially in terms of sovereignty of the country, etc. etc. അപ്പൊ ഇവിടെ എങ്ങനെ ഈ ആർട്ടിക്കിൾസ് അതുമായിട്ട് കണക്റ്റഡ് ആണ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ വി ആർ ഡിസ്കസിങ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 37ന്റെ റിലവൻസ് ഇതാണ്. ടു തിങ്സ്, ഇറ്റ് ഈസ് ഫണ്ടമെന്റൽ ബട്ട് അൺഎൻഫോഴ്സബിൾ. സന്ദീപ്? So yes, so ആർട്ടിക്കിൾ 38, ഈ ആർട്ടിക്കിൾ 38ന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ദിസ് ഈസ് ദ ഫസ്റ്റ് ആർട്ടിക്കിൾ. യഥാർത്ഥത്തിൽ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് തുടങ്ങുന്നത് ആർട്ടിക്കിൾ 38ലാണ്. ലൈക്ക് യഥാർത്ഥത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ് തുടങ്ങുന്നത് ആർട്ടിക്കിൾ 14 എന്നതുപോലെ. ആദ്യത്തെ രണ്ട് ആർട്ടിക്കിളിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടൊന്നും പറയുന്നില്ലല്ലോ, ആർട്ടിക്കിൾ 12 ആൻഡ് ആർട്ടിക്കിൾ 13. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും ആദ്യത്തെ രണ്ട് ആർട്ടിക്കിളിൽ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും പറയുന്നില്ല. That is Article 36 and Article 37. Because Article 36 simply defines the term state, and Article 37 deals with the enforceability of the directive principles of state policy. And Article 37 saying that the directive principles of state policies are fundamental, but they are unenforceable. So what is Article 37(8) of the Constitution? Article 38 of the Constitution is a very relevant article. ഈ ആർട്ടിക്കിൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിംപിളി ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അത് യു പ്ലീസ് നോട്ട്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഉള്ളത്. ഐ ഓൾറെഡി മെൻഷൻ. അതിൽ വൺ ഈസ് ദ ക്രിയേറ്റർ. ആൻഡ് ഹു ഈസ് ദ ക്രിയേറ്റർ? ദ ക്രിയേറ്റർ ഈസ് ദ പീപ്പിൾ ഓഫ് ദിസ് കൺട്രി, ദാറ്റ് ഈസ് ദ സിറ്റിസൺസ് ഓഫ് ദി കൺട്രി. അത് ഒരു പല രീതിയിലുള്ള ആൾക്കാരുണ്ട്, ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഉണ്ട്. അത് ഡിഫറെന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ബിക്കോസ് ഓഫ് സോ മെനി റീസൺസ്. ബട്ട് എല്ലാവരും, കാശുള്ളവനും കാശില്ലാത്തവനും എല്ലാവരും ക്രിയേറ്റർ ആണ്. ദാറ്റ് ഈസ് ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ. നമുക്ക് ഒരൊറ്റ സ്റ്റാറ്റസേ ഉള്ളൂ. അംബാനിക്കും നിങ്ങൾക്കും എനിക്കും ഒരേ സ്റ്റാറ്റസേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി സിറ്റിസൺ ഓഫ് ഇന്ത്യ. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രൊവൈഡ് എനി സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു എനി പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. Constitution only provides only one single status, and that status is nothing, one value, one note, and one representation. അങ്ങനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെമോക്രസി നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. പക്ഷെ സോഷ്യൽ ഡെമോക്രസി അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് എ മീനിങ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് എ മീനിങ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ essential and fundamental for creating a social
and economic democracy. Economic democracy, social democracy create ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മീനിങ് ആയിട്ടുള്ള ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ വേണം. എന്തിന്റെ ഇംപ്ലിമെന്റേഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതുകൊണ്ട് ആർട്ടിക്കിൾ 38ന്റെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഐ വിൽ റീഡ് ദ പ്രൊവിഷൻ, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾ 38, ബിക്കോസ് ആർട്ടിക്കിൾ 38 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേയിങ് ദാറ്റ് the state, you know the meaning of state because state is defined in article 36. So the state shall strive to promote the welfare of the people by securing a social order in which നമുക്ക് ഈ ക്ലാസ് തീർന്നില്ല എന്നുണ്ടെങ്കിൽ 6:30 വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ 6:30 തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആവാം. ഓക്കെ, അതുപോലെ അല്ലാതെ ഓടിച്ചു പറയണ്ടല്ലോ. യെസ്. സോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ for the promotion of the welfare of the people. What is actually the first paragraph of Article 38 says? The state shall strive to promote the welfare of the people by securing a social order. That is the most important thing. You please note the point. A social order in which justice, social, economic, political shall inform all the institutions of national life. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ all the institution of national life, it is our duty to ensure that all institution in India, whether private or public, is a just institution. ആ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കേണ്ട ഉത്തരവാദിത്തമാണ് ആർട്ടിക്കിൾ 38 അനുസരിച്ച് സ്റ്റേറ്റിനുള്ളത്. If that institution is an unjust, then by using this particular provision, the state can make that institution a just institution for the purpose of securing justice to our citizens. What kind of justice? Social, economic and political justice. അപ്പോൾ സോഷ്യലും എക്കണോമിക്കും പൊളിറ്റിക്കൽ ജസ്റ്റിസ് ജനങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ജസ്റ്റ് ആയിരിക്കണം. Whatever may be the nature of the institution, whatever may whether that institution is created under the provision of Indian Constitution like President, Vice President, Supreme Court of India, Parliament, Governor of the state, Controller and Auditor General, the Attorney General of the state, or the Legislative Assembly, Legislative Council, or the High Court of the state, or the Human Rights Commission, or the Election Commission, or the Finance Commission, doesn't matter, or the National Commission for Scheduled Caste or Scheduled Tribe, doesn't matter. That institution must be a just institution, or an institution established by law, which means a Human Rights Commission, Women's Commission, etc., etc. Every institution must be just institution, including a private institution must be a just institution. And next point is ഈ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ളത്, അതാണ് നമ്മുടെ റിലവൻസി. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ റിലവൻസി അതാണ്. This is the most important relevancy of Article 38 of the Indian Constitution. And also, the state shall strive to minimize the inequality. State shall strive to minimize the inequality because equality is the rule, which is mentioned in the preamble of the Constitution. What is mentioned in the preamble of the Constitution is equality of status and opportunity, which is one of the basic structure of Indian Constitution, which is so held in a very important case, which is the relevancy of the Keshavananda Bharati case. Because in Keshavananda Bharati case, what is laid down in the preamble are the basic structure of Indian Constitution. So minimize the inequality in income and eliminate inequality in status, facilities and opportunities. ഈ ആർട്ടിക്കിൾ 38 നമ്മൾ മീനിങ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്താലേ നമുക്ക് പ്രിയാമ്പിളിൽ പറഞ്ഞേക്കുന്ന എസൻസ് ഫുൾഫിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് that is the one of the major reason why in number of judgment the Honorable Supreme Court held that, because the Supreme Court is a constitutional court, because the Supreme Court of India has a constitutional obligation to protect the values of the Constitution, and that is the one of the major reason why the Supreme Court held that the directive principles of state policy is a reflection of the preamble. It is because of Article 38 of Indian Constitution.
അപ്പൊ ഈ ആർട്ടിക്കിൾ 38ന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് ഷാൽ സ്ട്രൈവ് ടു മിനിമൈസ് ദ ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ആൻഡ് എലിമിനേറ്റ് ഇൻഇക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ that is the most important reason why when we are considering the socialist provisions of the fundamental rights, I already explained. ഞാൻ കുറെ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. സോ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇപ്പോൾ ശ്രീദത്ത് പറഞ്ഞ സമയത്തും നിങ്ങൾ ഒരു കാര്യം നോക്കണം, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർക്കുള്ള അവകാശമാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരുടെ അവകാശമാണ്? ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് ചാറ്റ് ചെയ്യാമോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരുടെ അവകാശമാണ്? ആരുടെ അവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എ സിറ്റിസൺ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി വേറെ ഏതെങ്കിലും അഭിപ്രായം ഉണ്ടോ? അനദർ ആൻസർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്, വിച്ച് ഈസ് സിറ്റിസൺ ആൻഡ് any person. Any person, that is citizen or non-citizen. But as far as some fundamental rights are concerned, which is only available to women and children, and some fundamental rights are concerned, it is only available to scheduled caste and scheduled tribes. ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഷെഡ്യൂൾഡ് ട്രൈബിന് മാത്രമേ ആ ഫണ്ടമെന്റൽ റൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോബഡി ക്യാൻ എൻജോയ് ദാറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്. അത് എന്തുകൊണ്ടാണ് ആ ഫണ്ടമെന്റൽ റൈറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഷെഡ്യൂൾഡ് ട്രൈബിന് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? കാരണം അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന പ്രൊവിഷനാണ്. സം ഫണ്ടമെന്റൽ റൈറ്റ് ക്യാൻ ബി എൻജോയ്ഡ് ഓൺലി ബൈ അക്യൂസ്ഡ്. That is specifically mentioned and explained by Sridath, which is mentioned in Article 20, 21 and 22 of Indian Constitution. Article 20, 21 and 22 of Indian Constitution. 20-ലും 21-ലും 22-ലും എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 21-ല് by way of judgment there are so many fundamental rights are recognized as far as the accused person is concerned. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു ചാർട്ടും കൂടെ ഉണ്ടാക്കി വെക്കണം. അതായത് ഇപ്പൊ ഓരോ ഫണ്ടമെന്റൽ റൈറ്റും ആർക്ക് എൻജോയ് ചെയ്യേണ്ട ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് തിങ്. അപ്പോ ശ്രീദത്ത് പറഞ്ഞതിൽ എനിക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് അതാണ്. ഓരോ ഫണ്ടമെന്റൽ റൈറ്റും ആർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റാണ്. അതും കൂടെ നിങ്ങൾ ഒരു നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ പഠിക്കണം. അപ്പോൾ എന്നിട്ട് ആ നോട്ടിൽ ആഡ് ചെയ്ത് പോയാൽ മതി ഈ എന്തൊക്കെയാണ്, വാട്ട് ആർ ദി അതർ റൈറ്റ്സ്. സോ ഞാൻ ഇവിടെ പറഞ്ഞു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ആർട്ടിക്കിൾ 38 നിങ്ങൾക്ക് ക്ലിയർ ആയി. സോ വാട്ട് ഈസ് ആർട്ടിക്കിൾ 39? Because what I am saying is Article 38 is a socialist provision. Article 38 ഒരു സോഷ്യലിസ്റ്റ് പ്രൊവിഷൻ ആണ്. അതുകൊണ്ടാണ് ഇന്ദിരാ സാഹിനിയുടെ കേസ് വന്ന സമയത്ത് ഇന്ദിരാ സാഹിനിയുടെ കേസ് ഈസ് നോട്ട് ഓൺലി എ കേസ് വിച്ച് വെയർ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇന്റർപ്രിറ്റഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. In Indira Sahini's case, the Honorable Supreme Court interpreted not only fundamental rights but also preamble and directive principles of state policy. So, which of the provisions of the directive principles of state policy was interpreted in the Indira Sahini's case? This particular article, Article 38, Article 39, Article 41, 42, and the court also held that the reason for backwardness is different. Sometimes it may be religious, but at the same time, this backwardness caused by historical discrimination and the consequential disadvantage are the reason for the reservation. So what is the reason for the reservation? The reason for the reservation is simple, because backwardness under the backwardness caused by historical discriminations and consequential disadvantages. ഒരു ചരിത്രപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷനും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഡിസഡ്വാൻറ്റേജും ആണ്. സോ ആ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഓവർകം ചെയ്യണം. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ നോട്ട് ഓൺലി ദ റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, ബട്ട് ഇഫ് ദർ ഈസ് എ റിസർവേഷൻ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ റീസൺ ഇസ് ദിസ്. ഇതാണ് റീസൺ. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് identified prior victimization. It is because of identified prior victimization and the consequential poverty. It was so held in that particular case, Indira Sahini versus Union of India. It is because of the
It is because of the identified prior victimization and the consequential poverty, the consequential ignorance, the consequential illiteracy. ഇതെല്ലാം ഇതിന്റെ റീസൺ ആണ്. ബിക്കോസ് ഒന്നുകില് ആ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായി, ആ ഡിസ്ക്രിമിനേഷൻ കോൺസിക്വൻഷ്യൽ ഡിസഡ്വാൻറ്റേജ് ഈ സൊസൈറ്റിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ക്രിമിനേഷന്റെ റീസൺ ഹിസ്റ്റോറിക്കലാണ്. ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രയർ വിക്ടിമൈസേഷൻ ആണ്. ആ വിക്ടിമൈസേഷന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് പോവർട്ടി സംഭവിച്ചു, ഇല്ലിറ്ററസി സംഭവിച്ചു, ഇഗ്നോറൻസ് സംഭവിച്ചു. ഈ ഇല്ലിറ്ററസിയും ഇഗ്നോറൻസും പോവർട്ടിയും എല്ലാം ഈ ആൾക്കാരിൽ നിന്ന് മാറ്റണം by way of providing reservation. That is the one of the most important reason why reservation is actually not a right, but reservation is a privilege. റിസർവേഷൻ എന്ന് പറയുന്നത് ആരുടെയും റൈറ്റ് അല്ല, ഇത് ഒരു പ്രിവിലേജ് ആണ്. അത് പ്രിവിലേജ് നമ്മൾ ഈ റീസൺ കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് വാസ് സോ ഹെൽഡ് ഇൻ ഇന്ദിരാ സാഗിരീസ് കേസ്. അപ്പോ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏരിയയിൽ മാത്രമല്ല നമുക്ക് ഇത്തരം വീക്കർ സെക്ഷനെ കാണാൻ കഴിയുക. In the directive principles of state policy also we can see this kind of individuals, and the promotion of such individuals are duty of the state defined in Article 36 of the Constitution. That is the one of the major reason why in Article 37 it is mentioned the fact that the directive principles of state policies are fundamental. That is one of the major reason. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സോ ഇന്ദിരാ സാഗിനിയുടെ കേസിൽ മെൻഷൻ ചെയ്ത ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38. ഇൻസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് ആയിരിക്കും. ആൻഡ് സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡയറക്റ്റീവ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബട്ട് ഓൾസോ ഇറ്റ് ഈസ് ആൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് എ മീനിങ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി laid down in Article 38, Article 39. സന്ദീപ് ആർട്ടിക്കിൾ 39 ഒന്ന് എടുക്കൂ. യെസ്, see, this is a very important directive principle of state policy. I would say Article 39, certain principles of policy to be followed by the state. The state shall direct its policy towards securing men and women equally have adequate means of livelihood. So equality is there. That is the first point. ആരുടെ കാര്യത്തിൽ equality വേണം? Men and women. എന്തിന്റെ കാര്യത്തിൽ? adequate means of livelihood. So, which is actually the spirit of Article 14 and Article 15 of the Indian Constitution. Because സ്ത്രീകൾക്ക് പ്രൊട്ടക്ട് ചെയ്ത് സ്പെഷ്യൽ റിസർവേഷൻ കൊടുത്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് സം റീസൺസ്. The reasons are historical reasons. Because of that historical reasons, the discrimination was there and the consequential disadvantage is there. അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 റിലവന്റ് ആവുന്നത്, ആൻഡ് ഓൾസോ ആർട്ടിക്കിൾ 39 ക്ലോസ് സ്മോൾ a റിലവന്റ് ആവുന്നത്. Because both the provisions are socialist provisions, Article 15 clause 3 and Article 39 capital A. Article 39 small a. Because we need to create an equality of status and opportunity, which is one of the fundamental principle laid down in the preamble of the Constitution and also Article 14 of Indian Constitution. And see two provisions of the Constitution, other most important two provisions of the Constitution, that is Article 39 small b and Article 39 small c of the Constitution. These provisions are very, very important provisions because of the reason that the fundamental rights and directive principles of state policies are basic human rights. One is enforceable right and second one is unenforceable right. One is the right of first generation and the second one is the right of second generation. One is actually the civil and political rights and second one is the economic, social and cultural rights. But the question is, which one is superior and which one is inferior? There is a presumption on the part of the court, and in number of judgments, the Honorable Supreme Court held that because it was that question came in front of the Honorable Supreme Court in 1950, and in the state of Madras versus Chembagam Durai Raj. So in state of Madras versus Chembagam Durai Raj case, which was reported in AER in 1951.
In that case, because there is a conflict between the fundamental rights and the directive principles of state policy, what are the provisions which are in conflict with is Article 15 Clause 1 and Article 46. In that time, the Honorable Supreme Court held that the directive principles of state policy is a subsidiary to the fundamental right. It is a subsidiary to the fundamental right, which was so held in a first case. That case was the Chembagam Dureraj versus State of Madras, or the State of Madras versus Chembagam Dureraj, AIR 1951 Supreme Court 226. പക്ഷെ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ദാറ്റ് ഈസ് ദ റീസൺ വൈ ദി പാർലമെന്റ് അമെൻഡഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻകോർപ്പറേറ്റഡ് എ ന്യൂ പ്രൊവിഷൻ ഇൻ ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 15 clause 4. So the 15 clause 4 has been incorporated in the first constitutional amendment in 1951 because of Chembagam Dureraj versus State of Madras case. So ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സുപ്രീം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതില് ആദ്യത്തെ കുറെ നാളത്തെ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സുപ്രീം ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആർ സബോർഡിനേറ്റ്. ബട്ട് ആസ് ഫാർ as these two provisions are concerned, that is Article 39 small b and Article 39 small c is concerned, these provisions are saved by virtue of Article 31 clause c. Capital C, 31 capital C, which is Sridath already mentioned. Article 31 C. Article 31 C, which has been incorporated in the 25th Constitutional Amendment. 25th Constitutional Amendment, Article 31 C, it is a saving clause. So, Article 31A save the land acquisition, 31B save the 9th schedule. And 31C save it is these two articles, Article 39B and Article 39C. Article 39B Article 39C save Article 31C അനുസരിച്ചാണ് Minerva Mills case in ശേഷം അതിന്റെ പൊസിഷൻ മാറി, ഹാർമോണിക്സ് കൺസ്ട്രക്ഷൻ എന്നുള്ള പൊസിഷനിലേക്ക് വന്നു. So you please note the point, a harmonious construction which was mentioned in the Minerva Mills case. In a number of cases, concept. But the question is, Article 39B and Article 39C, the ownership and control of resources, that these provisions are 100% socialist provisions. These provisions are 100% socialist provision because of the simple reason that Indian Constitution is essentially a socialist constitution. Because it is so held in number of judgment, including the, I already mentioned that name of that judgment, and Sridath is also mentioned the name of that judgment. Indian Constitution is essentially a socialist constitution because it was incorporated in 1976 in the 42nd Constitutional Amendment, which the word has been incorporated in the preamble of the Constitution, but the essence of that socialism is reflected in the fundamental rights and the directive principles of state policy, where it is that the essence of socialism is reflected in the directive principles of state policy. It is reflected in Article 38 and it is reflected in Article 39. Because Article 39 of Indian Constitution, the Article 39B and Article 39C of Indian Constitution, that what is Article 39B of Indian Constitution says that the ownership and control of the material resources of the community are so distributed as best to subserve the common good. This is actually a communist philosophy which is mentioned in the Communist Manifesto. And also the next provision is also mentioned in the same Communist Manifesto, which is Article 39C, which is that the operation of the economic system does not result in the concentration of wealth and the means of production to the common detriment. So these provisions are very, very important provision because of the reason that this provision ensure socialism, which is laid down in the preamble of the Constitution, which guarantees economic and social justice,
which guarantees economic democracy and social democracy, which is one of the basic structure of Indian Constitution. It is saved by Article 31C of the Constitution. So if there is any conflict between this provision and fundamental rights, because of Article 39C, this provision will prevail. And also, so that is the relevancy of these two provisions. And what is Article 39B? D, which is also a socialist provision, equal pay for equal work for both men and women. And also see the next provision, Article 39E of the Constitution, protect the health and strength of the workers. Workers are the weaker section, and tender age of children, they are also weaker. So it is protected, these provisions protect the tender age, the children and also workers. So that is one of the major reason why this provision is a socialist provision. And see the next provision, which is incorporated by way of the same constitutional amendment, where the preamble, the word socialism is incorporated in the preamble of the Constitution. That is the 42nd constitutional amendment. Because in that constitutional amendment, the children are given opportunity to develop in a healthy manner, and childhood and youth are protected against exploitation. I think where women is also mentioned, that the children are given opportunity and facility to develop in a healthy manner, and the condition for freedom and dignity and the childhood and youth are protected against exploitation and against moral and material abandonment. Yes, it is only mentioned about the children's and youth. So this provision is also incorporated in the 42nd Constitution Amendment. So all these provisions, starting from Article 39 small a to 39 small f, are socialist provision and very, very important provisions. And ഒരു സ്ലൈഡും കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. That is Article 30. Next, Sandeep. 39A, which is also incorporated in the 42nd Constitutional Amendment. Socialism വന്നിരിക്കുന്ന അതേ പ്രൊവിഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. നിങ്ങൾ ഈ 42nd അമെന്റ്മെന്റിൽ വന്നിരിക്കുന്ന പ്രൊവിഷൻസ് നോക്കൂ. ഓൾമോസ്റ്റ് ഓൾ പ്രൊവിഷൻസ് ആർ സോഷ്യലിസ്റ്റ് പ്രൊവിഷൻ. ഫോർ എക്സാമ്പിൾ, Article 39 Clause F, Article 39 capital A, Article 43 capital A, and I think Article 48 capital A, environmental protection. Environmental protection ഒഴിച്ച് ബാക്കി ആർട്ടിക്കിൾ എല്ലാം സോഷ്യലിസ്റ്റ് പ്രൊവിഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, Article 39 small f, Article 39 capital A, and also Article 43 capital A, because Article 43 capital A has also incorporated in the same amendment. അപ്പൊ ഈ ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് പ്രൊവിഷൻ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ, ബിക്കോസ് ഓഫ് ദി സിമ്പിൾ റീസൺ ദാറ്റ് ഇതിലൊരു എക്കണോമിക് ആയിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ആയിട്ടുള്ള വീക്കർ സെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിന്റെ കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഇൻ ദ മാറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ബിക്കോസ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിന്റെ ഔട്ട്കം ഈ ഒരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എല്ലാം വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ ഗവൺമെന്റ് ഓഫ് കേരളയുടെയോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പോയിട്ട് ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഓട്ടോണമസ് ബോഡി ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ദാറ്റ് ഈസ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. ആസ് ഫാർ as സ്റ്റേറ്റ് ഈസ് കൺസേൺ, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി. അല്ലാതെ ശരിക്കും നമ്മുടെ സ്റ്റേറ്റിൽ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള അതോറിറ്റി, ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു പ്രൊവിഷന്റെയും ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടും വന്നതിന് ശേഷം നമ്മുടെ സൊസൈറ്റിയിൽ വന്ന ചേഞ്ച് ഒന്ന് നോക്കൂ. ഇപ്പോ ഒരു ലീഗൽ സർവീസ് അതോറിറ്റി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന മേഖല ഒന്ന് നോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സാധാരണക്കാരായ ആളിലേക്ക് ഈ നിയമങ്ങൾ റീച്ച് ചെയ്തു എന്നുള്ളത്. ഇപ്പൊ ഒരു ഏരിയയിലെ കോടതി ചെയ്യുന്നതിനേക്കാളും എത്രയോ വലിയ ജോലിയാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഒന്ന് ഇന്റേൺഷിപ്പ് ചെയ്താൽ മതി. അവർ ഈ സോഷ്യൽ ജസ്റ്റിസിന്റെ എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെത്തേഡ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദ സിമ്പിൾ റീസൺ ദാറ്റ് ദ റിയൽ സ്പിരിറ്റ് ബിഹൈൻഡ് ദി എനാക്ട്മെന്റ് ഓഫ് ദി
Legal Service Authorities Act 1986. 10 വർഷം കഴിഞ്ഞിട്ട്. This provision was incorporated in 1976. We enacted the Legal Service Authorities Act in 1986. പക്ഷേ the spirit is nothing but Article 39 capital A of Indian Constitution. See the lines which is mentioned in the Article 39 capital A. Equal justice. The word equal is there in the preamble, and the word justice is also there in the preamble. And free legal aid. Free legal aid is something which is very, very important thing as far as our country is concerned, as far as the human rights values of laid on in the preamble and preamble, fundamental rights and directive principles of state policies are concerned. See the words laid on in this paragraph. The state shall secure the operation of legal system that promote justice on the basis of equal opportunity. That is the most important thing. നീതി കൊടുക്കണം. നീതി കൊടുക്കുമ്പോൾ നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്ന് എൻഷുർ ചെയ്തിരിക്കണം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ നീതി നടപ്പിലാക്കാൻ. ഷാൽ ഇൻ പെർട്ടിക്കുലർ പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആണ്. For example, as far as Kerala is concerned, the 14 district legal service authorities and many other taluk legal service committees and authorities. And also KELSA. And legal aid by suitable legislations or schemes. Suitable legislations or scheme. The fine example of that suitable legislation is the Legal Service Authorities Act 1987, 1986. Or schemes. Or in any other ways to ensure that opportunities for securing justice are not denied to any citizens by reason of economic or other disabilities. That is very, very important. അവന്റെ എക്കണോമിക് ആയിട്ടുള്ളതോ അവന്റെ സോഷ്യൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അവന്റെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ളതോ ഒന്നും നിയമത്തിന്റെ മുന്നിൽ നീതി നടപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ദൗർബല്യമായിട്ട് അല്ലെങ്കിൽ അവനൊരു കുറവായിട്ട് വരാൻ പാടില്ല. That is the one of the major reason why this particular concept is there in the Legal Service Authorities Act. This particular concept is there in the Criminal Procedure Code. This particular concept is there in the Civil Procedure Code. Everywhere this particular concept is there. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ that is the one of the reason why section 11 of the Legal Service Authorities Act define a particular term, that is the person who are eligible for legal service. അവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നിയമത്തിന്റെ മുന്നിൽ നീതി നടപ്പിലാക്കുന്നതിന്റെ മുന്നിൽ ഭരണഘടന നൽകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവകാശത്തിന്റെ ഗ്യാരണ്ടിയാണ്. ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ മേജർ റീസൺ വൈ അംബേദ്കർ സെഡ് ദീസ് directive principles of state policies are fundamental. That is the most important reason why many of the Constituent Assembly, the person who are in the Constituent Assembly said these directive principles of state policies are really the contents of Indian Constitution. The directive principles of state policies, these directive principles of state policy can create a welfare state. സോ ഞാൻ ഒരു 10 മിനിറ്റ് കൂടുതൽ എടുത്തു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ യു പ്ലീസ് റീഡ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം റീഡ് ചെയ്യുക. യു ഹാവ് എനി ഡൗട്ട്സ്? അപ്പോ ശ്രീദത്തെ, നാളത്തെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ നമ്മുടെ ഒരു ടൈമിനുള്ളിൽ നിർത്തണമല്ലോ, അത് വേണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ ശ്രീദത്തിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്, ശ്രീദത്തെ ഒന്ന് മൂട്ട് ചെയ്യും. ഇപ്പോ ഓരോരുത്തർക്കും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊടുക്കുന്നത്, ഇതിപ്പോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഉദ്ദേശം പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അത് ഒരു കുട്ടിയെങ്കിലും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു മിഷൻ ഫുൾഫിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രസന്റ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയമൊക്കെ എടുത്തുനിന്ന് വരും. ചിലപ്പോൾ 15 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് ഒക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് വരും. പക്ഷെ അത് എടുക്കുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ ടീമിലെ ആൾക്കാരും, എഡിറ്റേഴ്സിനെ നമ്മൾ അതിനങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവരോട് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എഡിറ്റേഴ്സ് പറയുന്ന ഡയറക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്ത് പോകണം. എന്തായാലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇതിൽ മാത്രമല്ല നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. കാരണം ദ കണ്ടന്റ് ഈസ് അവൈലബിൾ ഇൻ അവർ ഓൺലൈൻ വെബ്സൈറ്റ്സ്. അതാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, പിന്നെ നമ്മുടെ മാത്രം പാർട്ടിസിപ്പേഷൻ അല്ല, നമ്മൾ വെറുതെ വിളിച്ചു കൂടിക്കൊണ്ടിരിക്കുകയല്ല, നിങ്ങളുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ ആണ്. അപ്പോൾ ശ്രീദത്ത് നന്നായിട്ട് എല്ലാം പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വന്ന് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യണം. സോ എനി അതർ, നിങ്ങൾക്ക് വേറെ ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ നമുക്ക് ശ്രീദത്ത് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇപ്പൊ നോക്കി വെച്ചേക്കുന്ന ആർട്ടിക്കിൾ ഒന്ന് നോക്കണം. ദാറ്റ് ഈസ് ഐ തിങ്ക് ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ചത് വളരെ കുറഞ്ഞ 5 ആർട്ടിക്കിൾസേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ 5 ആർട്ടിക്കിളിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ 5 ആർട്ടിക്കിൾ നിങ്ങൾ ഇന്ന് തന്നെ റീഡ് ചെയ്യുക, അത് ഇന്ന് തന്നെ റൈറ്റ് ചെയ്യുക, കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, വളരെ നന്ദി സാർ. നമുക്ക് അടുത്ത ക്ലാസ് ഇറങ്ങിയിട്ടുള്ളത് നാളെ ഏപ്രിൽ 4 ഇതേ സമയത്ത് തന്നെയാണ്. വൈകിട്ട് 5 മണി മുതൽ 6:30 വരെയാണ്. നമ്മൾ ക്ലാസ് എടുത്തു തരുന്നത് കാനറ ബാങ്കിന്റെ ഉദ്യോഗസ്ഥനായ രഞ്ജിത്ത് ചന്ദ്രൻ സാറാണ്. അദ്ദേഹം എടുക്കുന്ന സബ്ജക്ട് കമ്പാരിറ്റീവ് പബ്ലിക് ലോ ആണ്. അതിൽ ടോപ്പിക്കായ ഫോംസ് ഓഫ് ഗവൺമെന്റ്, പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെന്ററി ആൻഡ് യൂണിറ്ററി ആൻഡ് ഫെഡറൽ സിസ്റ്റത്തെ കുറിച്ചാണ് സാർ ക്ലാസ് എടുത്തു തരിക. അപ്പം എല്ലാവരും ഈ സമയത്ത് തന്നെ എത്തിച്ചേരണം എന്നാണ് അറിയിക്കുന്നത്. വളരെ നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും. താങ്ക് യു. thank you very much. Bye. Thank you, sir. Yes. Thank you, sir.